നമസ്കാരം. കോക്ടെയിലിന്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരേ സമയം 4 ഇടത്ത് കണ്ടിട്ടുണ്ട് കുമ്പിടിയെ. ഇന്നലെ കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനമിറക്കി. കണ്ണടച്ചു തുറക്കും മുമ്പ് ഇങ്ങനെ തിരുവനന്തപുരത്തെത്തി. കരമന കളിയിക്കാവുള്ള ദേശീയപാതയുടെ ഉദ്ഘാടനത്തിന്. പണി തീരാത്ത വീട്ടുകാർക്ക് ഇപ്പോൾ ഭയമാണ്. മുഖ്യനെങ്ങാനും കണ്ടാൽ ഇടയ്ക്ക് കയറി വന്ന് പാല് കാച്ചിക്കളയുമോ എന്ന ഭയം. സ്വാഗതം ആശംസിക്കാനായി ക്ഷണിക്കുന്നു. നാനൂറ് ദിവസത്തിനുള്ളിൽ 100 പാലം. അല്ല, ഈ 100 ദിവസത്തിനുള്ളിൽ 400 കോടി വിഴുങ്ങിയ കാര്യമല്ലല്ലോ അല്ലേ? വിശിഷ്ട അതിഥികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കരമന കളയിക്കൽ റോഡിൻ്റെ 1ാമത്തെ റീച്ച് പ്രാവച്ചലം വരെ ഉള്ളത് ഇന്ന് ഔപചാരികമായി നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുകയാണ്. എനിക്ക് വളരെ ഇന്നൊരു കൂടുതൽ പരിപാടികളുള്ള ഒരു ദിവസമായതുകൊണ്ട് ഞാനൊന്ന് 2 വാക്ക് പറഞ്ഞേച്ച് പോകും. ബാക്കി യോഗ നടപടികളെല്ലാം തുടരും. ഇന്ന് ഈ ഗവൺമെൻറ് വികസനവും കരുതലുമാണ്. വികസന രംഗത്ത് പറഞ്ഞ കാര്യങ്ങൾ പറയാൻ പോയാൽ നിരവധിയുണ്ട്. 400 ദിവസത്തിനുള്ളിൽ 100 പാലം ഈ കേരളത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? പക്ഷേ അത് യാഥാർത്ഥ്യമാക്കി. 100ാമത്തെ പാലം 10,000ങ്ങളെ സാക്ഷി നിർത്തി ആലുവ മണപ്പുറത്തേക്കുള്ള പാലം ഈ ഞായറാഴ്ച മിനിയാന്ന് ഉദ്ഘാടനം ചെയ്തു. മുദ്രാവാക്യം വിളിച്ചത് കൊണ്ടോ കരിങ്കൊടി കാട്ടിയത് കൊണ്ടോ നാട്ടിൽ വികസനം വരില്ല. ഇവിടെ സ്കൂളുണ്ട്, കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണം. 4 വരി പാതയാകുമ്പോൾ വളരെ വേഗത്തിൽ വണ്ടികൾ വരും. അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ അണ്ടർപാസ് അതിനുള്ള പണി നടക്കുക. നിരവധി പണി ഏതാണ്ട് തീർന്നു കഴിഞ്ഞു. ഇന്ന് അതും ഉദ്ഘാടനം ചെയ്യുക. എന്തായാലും കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനമിറക്കി നേരെ ഇങ്ങോട്ടാണ് പോകുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇപ്പോൾ റൺവേയിൽ വീണ്ടും പശുവിനെ മേയാൻ വിട്ടിട്ടുണ്ട് നാട്ടുകാർ. ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ തകർന്നുപോയി നമ്മുടെ UDF MPമാർ. പിന്നെ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. പാർലമെന്റിന്റെ പടിക്കെട്ടിൽ കുത്തിയിരുന്ന് സമരം വിളിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ചെയ്യാമോ, നമ്മൾ നാളെയും കാണണ്ടേ എന്ന ലൈൻ. പിന്നെ ഈ സ്മൃതി ഇറാനിയൊക്കെ പാർലമെന്റിനകത്ത് ശരിക്കും തങ്ങളുടെ അഭിനയ പ്രതിഭ പുറത്തെടുക്കുമ്പോൾ തങ്ങൾക്കായാൽ എന്താ എന്ന് ഇവരും കരുതി കാണും.
അതുകൊണ്ടാണ് ഇനി പാർലമെന്റിന് പുറത്ത് ഇത്തരത്തിൽ പ്രതിഷേധിച്ചത്. ലോകത്ത് എവിടെ ഫിലിം അവാർഡ് നടന്നാലും ഓർമ്മ വരുന്നത് തിരുവഞ്ചൂരിന്റെ മുഖമാണ്. ദാ വീണ്ടും ഒരു പുരസ്കാരമേള കൂടിയെത്തി. ഇത്തവണയും അദ്ദേഹം പ്രതീക്ഷ തെറ്റിച്ചില്ല. എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചലച്ചിത്രത്തെ 4 വ്യത്യസ്ത വീക്ഷണകോണുകളിലൂടെ ഉച്ചരിച്ചു കളഞ്ഞു അദ്ദേഹം. തുടങ്ങാം. 2015 ചലച്ചിത്ര വിഭാഗത്തിൻ്റെ അവാർഡുകൾ. മികച്ച കഥാചിത്രം ഒഴിവു ദിവസത്തെ കളി. സംവിധായകൻ സനൽകുമാർ ശശിധരൻ. നിർമ്മാതാവ് ഷാജി മാത്യു ആൻഡ് അരുണ മാത്യു. മികച്ച രണ്ടാമത്തെ കഥാചിത്രം അമീബ. സംവിധായകൻ മനോജ് ഖാന. നിർമ്മാതാവ് പ്രിയേഷ് കുമാർ PK. മികച്ച സംവിധായകൻ മാർട്ടിൻ പ്രക്കാട്ട്. ചിത്രം ചാർലി. മികച്ച നടൻ ദുൽഖർ സൽമാൻ. ചിത്രം ചാർലി. മികച്ച നടി പാർവതി. ചിത്രങ്ങൾ ചാർലി, എന്ന് സ്വന്തം മൊയ്തീൻ, എന്ന് സ്വന്തം മൊയ്തീൻ, എന്ന് സ്വന്തം മൊയ്തീൻ, എന്ന് സ്വന്തം മൊയ്തീൻ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. മികച്ച ഛായാഗ്രാഹകൻ ജോമോൻ ടി ജോൺ. ചിത്രം ചാർലി, എന്ന് നിന്റെ സ്വന്തം മൊയ്തീൻ, എന്ന് നിന്റെ സ്വന്തം മൊയ്തീൻ, എന്ന് നിന്റെ സ്വന്തം മൊയ്തീൻ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. മികച്ച ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ്. ഗാനം കാത്തിരുന്നു കാത്തിരുന്നു പുഴമെലിഞ്ഞു. ചിത്രം എന്ന് നിന്റെ മൊയ്തീൻ. കോക്ടെയിലിന്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.